കുരുക്ഷേത്ര യുദ്ധം നടന്ന അവസരത്തിൽ ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഈ യുദ്ധത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കൗതുകം എന്നൊക്കെ പറയാമോ എന്നുള്ളത്. ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു പുസ്തകത്തിലെ പരാമർശം അതേപടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണും. മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങളും സമ്മതിക്കും ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന അവസരത്തിൽ മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാര് അവരവരുടെ താല്പര്യം അനുസരിച്ചിട്ട് പാണ്ഡവപക്ഷമോ കൗരവപക്ഷമോ ചേർന്ന് യുദ്ധം ചെയ്യാൻ സന്നദ്ധരാകുന്നുണ്ട്. ഉദാഹരണത്തിന് നകുലന്റെയും സഹദേവന്റെയും അമ്മാവനായ ശല്യരാജാവ് കൗരവപക്ഷം ചേർന്നാണ് യുദ്ധത്തിന് മുതിരുന്നത്. അതേപോലെ കൃഷ്ണന്റെ സഹോദരി ഭർത്താക്കന്മാരായിരുന്ന വിന്ദനും അരവിന്ദനും ഒക്കെ കൗരവപക്ഷത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യാൻ ഒരുമ്പെട്ട് വന്നിട്ടുള്ളത്. കൗരവപക്ഷത്തെ യുയിത്സു പാണ്ഡവരോട് ചേർന്നിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിയുന്നത് കണ്ടിട്ട് ശ്രീകൃഷ്ണന്റെ സഹോദരനായിട്ടുള്ള ബലരാമൻ അദ്ദേഹം ഒരു തീർത്ഥയാത്രയ്ക്കാണ് പുറപ്പെടുന്നത്. അതേപോലെ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിട്ട് ഉടുപ്പിയിലെ അന്നത്തെ രാജാവ് ഇരുപക്ഷവും ചേരാനായിട്ട് തീരുമാനിക്കുന്നില്ല. അതിനൊരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ആകുന്നില്ല. അതിന് പകരമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഇരു സേനയിലെയും യോദ്ധാക്കൾക്കായിട്ടുള്ള ഭക്ഷണം ഞാൻ തയ്യാറാക്കി അവർക്കായിട്ട് വിളമ്പും. അങ്ങനെ ഒരു നിലപാടാണ് ഉടുപ്പിയിലെ രാജാവ് എടുത്തത്. അങ്ങനെ ഘോരമായിട്ടുള്ള യുദ്ധം തുടങ്ങി. ഓരോ ദിവസവും നിരവധി ഭടന്മാർ മരണമടഞ്ഞു. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഇരുപക്ഷത്തെയും ബാക്കിയുള്ള യോദ്ധാക്കൾ ഉടുപ്പി രാജാവിന് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന്റെ അടുക്കളയിൽ വന്ന് ഭക്ഷണം കഴിച്ചും മടങ്ങും. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്നാൽ, അവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം ബാക്കിയാവുക എന്നൊരു കാര്യം സംഭവിക്കാറേ ഇല്ല. ഇത്ര പേർ ഭക്ഷണം കഴിക്കാൻ വരുമെന്ന് ഉടുപ്പി രാജാവിന് നല്ല നിശ്ചയമുള്ളതുപോലെ തോന്നും. അതും ഇങ്ങനെ ഒരു ഘോര യുദ്ധം നടക്കുന്ന വേളയിൽ നാളെ രാത്രി കാണാൻ എത്ര ഭടന്മാർ അവശേഷിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ എന്നുള്ള ആ ഒരു സന്ദർഭത്തില് ഇങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ അത്ഭുതം തോന്നിയ പാണ്ഡവർ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എങ്ങനെയാണ് ഇന്ന് ഇത്രയും ഭടന്മാർ മാത്രമേ ഭക്ഷണം കഴിക്കാൻ വരൂ എന്ന് നിശ്ചയം ചെയ്യുന്നത് എന്നുള്ളൊരു സംശയം ഉടുപ്പി രാജാവിനോട് ചോദിക്കുകയുണ്ടായി. ഈ ഒരു ചോദ്യത്തിന് രാജാവ് പുഞ്ചിരിയോടെ മറുപടി നൽകി, അതിന് ലളിതമായൊരു വിദ്യയുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഒരു പതി കപ്പരണ്ടി എടുത്ത് കൃഷ്ണന് കഴിക്കാൻ കൊടുക്കും. അദ്ദേഹം അതിൽ നിന്ന് എത്ര എണ്ണം എടുത്ത് തിന്നുന്നുണ്ട് എന്ന് ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ആ എണ്ണത്തെ 1000 കൊണ്ട് ഗുണിച്ചിട്ട് മരിക്കുന്ന ഭടന്മാരുടെ എണ്ണം കണക്കാക്കും. ഈ ഒരു മറുപടി കേട്ടിട്ട് പാണ്ഡവർ ശരിക്കും അത്ഭുതപ്പെടുക തന്നെ ചെയ്തു. അങ്ങനെ ആ ഘോര യുദ്ധം അവസാനിച്ച ഘട്ടത്തില് ശ്രീകൃഷ്ണൻ ഉടുപ്പി രാജാവിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ യോദ്ധാക്കളെയും യാതൊരു പക്ഷഭേദവും കൂടാതെ ഊട്ടി. അങ്ങയുടെ ഭാവി തലമുറ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നതിൽ പ്രശസ്തരായി വരട്ടെ. ആ ഒരു അനുഗ്രഹത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ഭാരതമെമ്പാടും കാണുന്ന ഉടുപ്പി ഹോട്ടലുകളുടെ പിറവി ഉണ്ടായത്. ഈ ഒരു രസകരമായിട്ടുള്ള കഥാസന്ദർഭം വിവരിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ. ആവശ്യമുള്ളവർക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ പതിവ് പോലെ നമ്മുടെ വീഡിയോകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്യുക. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം.